തന്നെ ഈല കണിയിൽ ഇങ്ങനെ പോയിട്ട് ഒരു പാലമുണ്ട് കടന്നിട്ട് സീത ഇങ്ങനെ പോയിട്ട് ഒരു കണിയുണ്ട് അതിലങ്ങനെ കടന്നിട്ട് സീത ഒരു പോയിട്ട് വെളിക്കിട്ടുണ്ട് ചങ്കമുണ്ട് ചങ്കത്തിനപ്പുറം ബോട്ട് പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇത് എന്താ പറഞ്ഞത്? എങ്ങനെ പോണെന്നാ പറഞ്ഞത്? ഈ മലയാളം നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ ഊടുത്ത ഭാഷയിൽ വിഷയം പറഞ്ഞെങ്കിൽ അറിയാം. ഊടുത്ത ഭാഷ. അപ്പൊ ഞാൻ ചെന്ന എന്ത് കയറാനാ പറഞ്ഞത്? ആദ്യം നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഒരിക്കലും ഒരു പാലമുണ്ട്. പാലം കടന്നിട്ട് മാർഗത്തിൽ പാലം എന്ന് പറഞ്ഞാല് പാലം അതാണ് പാലം. അത് കയറി ഞാൻ കയറിക്കോളാം, നിങ്ങൾ കയറേണ്ട. അല്ല, മാർഗത്തിൽ കടന്നിട്ട് മാർഗം റോഡ് എന്ന് പറയുന്നു. വല്ലാത്തൊരു സാധനം കിട്ടിയത്. മാർഗം എന്ന് പറഞ്ഞ റോഡിന്റെ പേരാ മാർഗം. പാലത്തുനിന്ന് നേരെ ഇറങ്ങി കഴിഞ്ഞാല് റോഡ്. പാലത്തുനിന്ന് അവിടെ പോലെ മാർഗം. മനസ്സിലായി. പാലത്തുമ്പോ അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാ പോണ്ട്? അങ്ങനെ തിരിയുമ്പോ ഒരു അഗറുണ്ട്. കണിയിലമല്ല കീഞ്ഞെത്തി ആരിട്ട് അതിലെ കീഞ്ഞെത്തി അത് ഞാൻ കുഴിച്ചേർക്കണോ? വല്ലാത്ത കഷ്ടമായി പോയി. സോറി ഹെൽത്ത് ഉപകാരം വരും. ദേഷ്യം പിടിക്കരുത്. മനസ്സിലായി കേക്ക. അതായത് പാലത്തുമ്മ കയറി റോട്ടുമേലെ കയറി കീഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് അല്ലാന്ന് ഇത് കേൾക്കാത്ത സാധനം കേട്ടാൽ സംശയം ചോദിക്കണ്ടേ? അഗർ എന്ന് പറഞ്ഞ എന്താ? ചുമര്. ഓ, ചുമരിന്റെ പേരാണ് അഗർ. അഗറും കടന്നാൽ മാർഗത്തിൽ സീത പോണം. പിന്നെ മാർഗം. അപ്പൊ എത്ര മാർഗം ഉണ്ട് ഇവിടെ? 3 മാർഗം ഉണ്ട്. ഏതൊക്കെ മാർഗത്തിന്റെ രീതിയില? ഈ മാർഗം, ആ മാർഗം, അപ്പുറത്തെ മാർഗം. ഈ മാർഗം, ആ മാർഗം, അപ്പുറത്തെ മാർഗം. അതായത് ആ റോഡ്, ഈ റോഡ്. അയ്യേ. അല്ല മൊജിൻക, നേരത്തെ മൊജിൻക പറഞ്ഞല്ലോ ഒരു ചങ്ക കടന്നിട്ട് പോണെന്ന് പറഞ്ഞല്ലോ. ചങ്ക എന്താ? ചങ്ക എന്ന് പറഞ്ഞാൽ ബസ് പോകുന്ന പാലങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് ഞങ്ങൾ ചങ്ക എന്ന് പറയും. ബസ് പോകുന്നത് മറ്റേ ലോറി പോകുന്നതെല്ലാം ഉണ്ടല്ലോ. വലിയ പാലത്തിനാണ് ചങ്ക. വലിയ പാലത്തിനാ പാലം. അപ്പൊ ചെറിയ പാലത്തിന് നേരത്തെ ചെറിയ പാലം അതിനാണ് ആ ചെറിയ പാലത്തിനാണ് പാലം എന്ന് പറയുന്നത്. വലിയ പാലത്തിനാണ് ചങ്ക എന്ന് പറയുന്നത്. തോളെന്താ? ഇത് തോളെന്താ? ഏത് തോള്? ഇത് തോളല്ലേ? തോളല്ല, കുഞ്ചി. കുഞ്ചി എന്നൊക്കെ പറഞ്ഞാല് മലബാറിലൊക്കെ, പിന്നെ കോഴിക്കോട് പ്രത്യേകിച്ച് കുഞ്ചി എന്നൊക്കെ പറഞ്ഞാല് ചെറിയ മക്കൾ, കുട്ടികള് കാശ് സൂക്ഷിക്കാറുണ്ട്. അതിന്റെ പേരാണ് കുഞ്ചി. ഇത് കേട്ടോ, കുഞ്ചിയിൽ മധു എന്ന് പറഞ്ഞാൽ മധുവിന്റെ തറവാട്ടും പേരാണെന്ന് വിചാരിക്കുക. സംഗതി അതല്ല. തോളിനാണ് കുഞ്ചി എന്ന് പറയുന്നത്, മഴുവിനാണ് മധു എന്ന് പറയുന്നത്. അതായത് തോളത്ത് മധുവിനെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ തോളത്ത് കയറ്റി മഴുവായിട്ട് പോകുന്നതാണ്. ഇത് ധാർവായി കാണാൻ പോകുന്നതാണ് ഒരു സംശയം. എന്ത് ധാർപ്പായി? എന്താ ധാർവായി എന്ന് പറഞ്ഞാൽ? ധാർവായി സീരിയൽ. സീരിയലിന് ഇവിടെ പറയാ ധാർവായി സീരിയലിന്. ശരിക്കും ഇത് ശരിക്കും ധാർവാഹിന്നാ. ഇത് ശരിക്കും മലയാള വാക്കല്ല. അല്ലത് മലയാളമല്ല, കന്നഡയും ഹിന്ദിയിലും സംസാരിക്കുന്ന ഒരു വാക്കാണ് ധാർവായി. അതാണ് കാസർഗോഡ് പറയുന്നത് ധാർവായി. ഓ, എന്തൊരു ചൂടാ കാസർഗോഡ് ഇല്ലേ? തട്ടം കൊണ്ടിട്ടില്ലേ? തൂവാളില്ലേ? ഇല്ല, ടവൽ എടുത്തിട്ടില്ല. തൂവാല എടുത്തിട്ടില്ല. മുണ്ടാസ് വേണം. അതെങ്ങനെ വേറെ മുന്താസിനെ കൊണ്ട് കൊടുക്കുക? മുന്താസോ? മുംതാസല്ല, മുണ്ടാസ്. ഈ തല കെട്ടുന്ന സാധനത്തിന്റെ പേരോ? തലക്ക് കെട്ടിയ മുണ്ടാസ്. ഇങ്ങനെ കുടഞ്ഞാൽ ഇതുണ്ടല്ലേ തട്ടം. എന്താ മുതുകാടിന്റെ മാജിക്കോ? തലയിൽ കെട്ടിയാല് മുണ്ടാസ്, കൈയെടുത്താല് തട്ടം. എനിക്ക് വയ്യ ഈ തട്ടം എന്ന് പറയുന്നത്. തല കെട്ടിയാൽ മുണ്ടാസ്. പിന്നെ കയ്യിൽ പിടിച്ചാൽ തട്ടം. ഈ തട്ടെന്ന് കേട്ടാല് നമ്മളെ കോഴിക്കോടല്ല എല്ലാ സ്ഥലത്തും ഈ മുസ്ലിം സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഈ പിന്നെ മുടുക്കിയിടുന്ന അതിന്റെ പേരാണ് തട്ടം. ഇതിവിടെ അതാ പറയാ അൽനാസറിന് കേട്ടിക്കണേ. എന്താണ് എലാസറം? മുസ്ലിം സ്ത്രീകൾ എടുത്ത തട്ടത്തിന്റെ പേരാണ് പെണ്ണുങ്ങൾ തലയ്ക്ക് കിട്ടുന്ന എലാസറം. ഞാൻ
ഒരു കാര്യം ചെയ്യാം, സീമക്കൊന്നമ്മലേ കുറച്ച് ചാരി നിൽക്കട്ടെ. അത് സീമല്ല ചാ, അത് സീമല്ല, അത് ഈട്ടിന്റെ മരം. ഈട്ടിന്റെ മരം. ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ സീമക്കൊന്നാന്നാ പറയാ. ഈട്ട് എന്ന് പറഞ്ഞാൽ ഈട്ട് അതെന്താ ഈട്ട് എന്ന് പറയാൻ കാരണം? ഞങ്ങളിവിടെ പേര് ഈട്ട്. അതെന്താ ഇത് എന്തിനു ഉപയോഗിക്കുന്ന മരം? ഈട്ട് ഇതിന് ഗെല്ലൊക്കെ എടുത്ത് കരിച്ചു പിടിച്ചിട്ട് ഞങ്ങൾ വളം ഈട്ടുന്ന്. അപ്പൊ വളത്തിന്റെ പേരെന്താ? ഇവിടെ അങ്ങനെ അല്ലേ? വളത്തിന്റെ പേരും ഈട്ടെന്ന് പറയും. അപ്പൊ വളത്തിന് ഉപയോഗിക്കുന്ന പിന്നെ കത്തിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ചീമക്കൊന്നാന്നാ പറയാ. ഇവിടെ വേറെ ചീമക്കൊന്ന. ഞങ്ങൾ ഈട്ടിനെ വരാം, ഇതിനെ കത്തിച്ചിട്ട് വെണ്ണൂറാക്കിട്ട് കണ്ടത്തിലേക്ക് ഈട്ടിടും തന്നെ. മത വരുന്നോ? മത നിങ്ങ എന്ത് പറയുന്നത്? മഴക്കാണ് പറയുന്നത്. ഞങ്ങൾക്ക് പോണം. കൊട നിർത്തി.